നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറാൻ ഇഷ്ടം പോലെ ഇടമുണ്ട്. അതായത് വിനോദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, വിനോദിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഫാമിലിയെ പാടെ ഒഴിവാക്കിയ മട്ടായിരുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് പോവുകയും ചെയ്യും. വിനോദ് പ്ലംബറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. മാസം ഒരു 10-30,000 രൂപയൊക്കെ പ്ലംബറായിട്ട് ജോലി ചെയ്യുമ്പോൾ എല്ലാ ദിവസവും പണിയുണ്ടെങ്കിൽ വിനോദ് ഉണ്ടാക്കും. അങ്ങനെ വിനോദിൻ്റെ കൂട്ടുകാരൊക്കെ PSC ട്രൈ ചെയ്തപ്പോൾ വിനോദ് പറഞ്ഞ്, നിങ്ങൾക്ക് PSCയിലൂടെ ജോലി കിട്ടിയാലും ഇത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ. അപ്പം ഞാനത് ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് എന്തിൻ്റെ കാര്യമൊന്നുമില്ല, എനിക്ക് PSCൻ്റെ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിനോദ് കൂട്ടുകാരുടെ കൂടെ വേല കാണാൻ പോയ സമയത്ത് വേലക്ക് വെടിക്കെട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ആര് പെട്ടുപോയി, വിനോദ് പെട്ടുപോയി. അങ്ങനെ വിനോദിൻ്റെ കഴുത്തിന് താഴേക്ക് ഒരു തുള്ളി മാംസം പോലും ഇല്ലാതെ കത്തിക്കരിഞ്ഞ ബോഡിയായിട്ട്, തല മാത്രമുണ്ട്, അതായത് ബോധമുള്ള ബോഡിയായിട്ട്, ബോഡി പാർട്ട് എന്ന് പറയുന്നത് തല മാത്രമുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എടുത്തെറിയപ്പെട്ടു. വിനോദിൻ്റെ അമ്മ ഫസ്റ്റ് കണ്ടു വന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ മോനല്ല, നിങ്ങൾക്ക് ബോഡി മാറിപ്പോയതാണ്. കാരണം മോനെ തിരിച്ചറിയാൻ എന്തെങ്കിലും വേണ്ടേ. ആ ലെവലിലേക്ക് 88% പൊള്ളി മാംസം ഇല്ലാതായിട്ടുള്ള വിനോദ് പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്ക് 3 വർഷത്തോളം, ആദ്യം 3 മാസം ഗ്ലാസ് കൂട്ടിൽ നീരൊലിച്ചിങ്ങനെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീങ്ങുന്ന ബോഡിയായിട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ കുടുംബക്കാരും അമ്മയൊക്കെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇങ്ങനെ ഇടുന്നതിനേക്കാളും നല്ലത് അവൻ്റെ ഉയരങ്ങോട്ട് എടുക്ക്, കാരണം അവനും പറ്റുന്നില്ല ഞങ്ങൾക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ പതുക്കെ തൊലിയൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ആദ്യം ആ അമ്മ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോൻ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ കയ്യമ്മലിട്ട് പിടിച്ചപ്പോൾ ആ ഉണ്ടായി വന്ന തൊലി എൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് വഴുതി ഇങ്ങോട്ട് പോന്നു. ആ അവസ്ഥയിലുണ്ടായിരുന്ന വിനോദ് പിന്നീട് 7 വർഷത്തോളം ഒറ്റ റൂമിൽ കിടന്ന് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് ഓരോ പാർട്ടും കാണാൻ പറ്റാവുന്ന കോലത്തിലേക്ക് മാറ്റി. അതായത് ഇപ്പോഴും അവൻ്റെ കൈയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിറക് കൊള്ളി അടുപ്പിൽ വെച്ച് കരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ അവസ്ഥയിലാണ് ഇപ്പോഴും കൈ ഇങ്ങനെ തുന്നിച്ചേർത്തേക്കുന്നത്. 3 വിരലുകൾ ഇങ്ങനെ താഴെ മടങ്ങി നിൽക്കുന്നു, 2 വിരൽ നിവർന്ന് നിൽക്കുന്നു. ഇത് തമ്മിൽ അനങ്ങൂല. ആ ലെവൽ കൈയാണെന്ന് അറിയിക്കാൻ വേണ്ടി ഇപ്പോഴും ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ടിട്ട് തലയൊക്കെ ബാക്ക് ഭാഗമൊക്കെ തലയോട്ടീൻ്റെ ഭാഗം ഇങ്ങനെ പുറത്തേക്ക് കണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ആ അവസ്ഥയിൽ നിന്ന് അമ്മയുടെ ഒരൊറ്റ കോൺഫിഡൻസിൽ അവൻ ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ കയറി വന്നു. 2019 ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നു. എന്നോട് ചോദിച്ചത്, എൻ്റെ ഈ പാതി ചത്ത ശരീരത്തെ സർക്കാർ സർവീസിലേക്ക് കയറ്റി വെക്കാൻ പറ്റുമോ. അതായത് അവൻ ഒറ്റമുറിയിൽ ആൾറെഡി അകപ്പെട്ടു പോയി, സാഹചര്യം കൊണ്ട് അകപ്പെട്ടു പോയി. അങ്ങനെ അവൻ ആദ്യമായിട്ട് ഈ അനങ്ങാത്ത വിരലുകൾക്കിടയിലേക്ക് പേന കയറ്റി വെച്ചിട്ട് കുത്തി വരയാൻ പഠിക്കുക. കുത്തി വരയാൻ പഠിച്ച് അത് വട്ടത്തിലേക്ക് കുത്തി വരയാൻ ഒരു ബബിളിൻ്റെ വലുപ്പത്തിലേക്ക് ചെറുതാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ എത്ര നോക്കിയിട്ടും ചെറിയ ബബിളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരുന്നില്ല, പുറത്തു കൂടെ പോവുക. നമ്മളെപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? ബബിള് കറുപ്പിക്കാൻ ട്രെയിനിങ്ങിന് പോകണമെന്നൊക്കെ ഇല്ലല്ലോ. ഈ ഒരു ബബിള് കറുപ്പിക്കുന്ന വലുപ്പത്തിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ അത് നോക്കണ്ട, നിന്നെ കൊണ്ട് പരമാവധി ബബിള് കറുപ്പിച്ച് നീ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഏകദേശം 3 മാസത്തോളം ബബിള് കറുപ്പിക്കാനുള്ള പ്രാക്ടീസ് ചെയ്തു. ശേഷം അവൻ PSCക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആ ഒറ്റ റൂമിലിരുന്ന് അവൻ പഠിക്കാൻ തുടങ്ങി. ആ പഠിക്കാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ അവന് കാലിൻ്റെ ഉപ്പൂറ്റി പോലും ഇല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് പഠനം വെറുത്ത് കഴിഞ്ഞാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കാലിൻ്റെ ഉപ്പൂറ്റി ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് കാലുകുത്താൻ പറ്റുമോ? ഇല്ല. ആ അവസ്ഥയിൽ അവൻ അവിടെ ഇരുന്ന് പഠിച്ച് ആദ്യത്തെ എക്സാം എഴുതാൻ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഓട്ടോ ഡ്രൈവർ ചോദിച്ച്, നിനക്ക് ഈ അവസ്ഥയിൽ ജോലി കിട്ടിയെന്ന് വിചാരിക്കുക, നീ എങ്ങനെ ജോലി ചെയ്യുക? അവനൊന്നും മിണ്ടിയില്ല. അവൻ ആദ്യത്തെ പരീക്ഷയ്ക്ക് എന്നപ്പോൾ ഇൻവിജിലേറ്റർ അവനോട് ചോദിച്ച്, എല്ലാം തികഞ്ഞോര് വരെ ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ല, പിന്നെയാണ് ഈ അവസ്ഥയിലുള്ള നിനക്ക് എന്നുള്ളത്. അവിടെ ഒന്നും ആരും മടങ്ങിയില്ല, വിനോദ് മടങ്ങിയില്ല. 2021 LGSൻ്റെ ലിസ്റ്റ് വരുമ്പോൾ ഒരു സ്ക്രൈബിനെ പോലും യൂസ് ചെയ്യാതെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എടുത്ത് അവൻ റാങ്ക് ലിസ്റ്റിൽ ജോലി കിട്ടുന്ന ലെവലിലേക്ക് എത്തി. അന്ന് തിരുവനന്തപുരത്തുകാർ അവൻ്റെ ഫ്ലക്സ് വെച്ച് ആഘോഷിച്ചതും ആരൊക്കെ തന്നെയായിരുന്നു? ഈ പറഞ്ഞ ഓട്ടോ ഡ്രൈവറൊക്കെ തന്നെയായിരുന്നു. അന്ന് ആ ഓട്ടോ ഡ്രൈവറാണ്. ഞാനൊക്കെ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്, സർക്കാർ ജോലിയിലെത്തി. നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നമാണെന്ത്, നമ്മളെ കുറ്റം പറഞ്ഞവരെന്നെയാണ് പിൽക്കാലത്ത് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ ഉണ്ടാവുക എന്നുള്ളത്. അതും കഴിഞ്ഞ് LD ക്ലിയർ ചെയ്ത് ഇന്ന് കോടതിയിൽ വർക്ക് ചെയ്യുക. കോടതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവൻ പറയുന്നത്, എൻ്റെ അമ്മ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എന്നെ ഈ ലെവലിലേക്ക് ജീവിക്കാൻ പ്രേരിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത്. ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ ചില സമയത്തൊക്കെ പഠനം മാറ്റി വെക്കുമല്ലോ. എന്ത് കാരണം കൊണ്ട്?
ഇന്നൊരു സുഖമല്ല എന്നുള്ള തോന്നൽ മതി നമുക്ക്. രാവിലെ എണീക്കുമ്പോൾ ഇന്നൊരു സുഖമല്ല, പ്രത്യേകിച്ച് അസുഖം ഉണ്ടായിട്ടാണോ? അസുഖമൊന്നുമില്ല, സുഖമല്ല എന്നുള്ളൊരു തോന്നൽ. ഇങ്ങനെ തോന്നലുകളിൽ നമ്മൾ എത്ര കാലം ജീവിക്കും? നമ്മൾ ന്യായീകരിച്ച് എത്ര കാലം ജീവിക്കും? നമ്മൾ പഠിച്ച് ഒരു ജോലി വാങ്ങി കാണിച്ചെങ്കിലേ ഈ സമൂഹം വിശ്വസിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ കഥയൊന്നും കേൾക്കാൻ ഈ സമൂഹത്തിൻ്റെ ഒരാൾക്കും താല്പര്യമൊന്നുമില്ല. നമുക്ക് വിജയകഥ ഉണ്ടോ? അത് പറഞ്ഞാൽ മാത്രമേ അവരൊന്ന് നോക്കുക പോലും ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വട്ടപൂജ്യത്തിലേക്ക് നമ്മൾ മടങ്ങേണ്ടി വരും. സോ നിങ്ങളുടെ കരിയർ നിങ്ങൾ തീരുമാനിക്കുക. ഏതാണ് നേടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ബോധമുണ്ടാവുക.